ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും 5 കുട്ടികളടക്കം 18 പേർ മരിച്ചു. ട്രെയിൻ പ്ലാറ്റ്ഫോം മാറിയതനുസരിച്ച് യാത്രക്കാർ തിരക്ക് കൂട്ടിയതാണ് മരണകാരണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ തിക്കിലും തിരക്കിലും പെട്ടുള്ള മരണം എങ്ങനെയാണ് സംഭവിക്കുന്നത്? മുഖത്തും വായ്ക്കും പല്ലുകൾക്കും പരിക്കുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇത്തരമൊരു സന്ദർഭത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോയാൽ എങ്ങനെ രക്ഷപ്പെടാം എന്നൊക്കെയുള്ള വിലപ്പെട്ട അറിവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഡോക്ടർ സാറ, ഡെന്റൽ സർജനാണ്. വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ വർഷമാണ് നമ്മുടെ കേരളത്തിൽ ടെക് ഫെസ്റ്റ് നടക്കുമ്പോൾ ഇതുപോലെ തിരക്കിൽപ്പെട്ട് 4 പേർ മരിച്ചതും 60ഓളം പേർക്ക് പരിക്ക് പറ്റിയതും. ഇതുപോലെയുള്ള സംഭവങ്ങൾ റെയിൽവേ സ്റ്റേഷനുകളിൽ, ഉത്സവങ്ങൾ, പൊതുയോഗങ്ങളിലൊക്കെ പലപ്പോഴും കണ്ടുവരാറുണ്ട്. ഇത്തരത്തിൽ അപകടമുണ്ടാകുമ്പോൾ ആളുകൾ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരേ ദിശയിൽ ഒറ്റക്കെട്ടായി ചലിക്കുമ്പോഴോ പരസ്പരം തള്ളിയിടുമ്പോഴോ മരണം സംഭവിക്കാം. ആദ്യം തന്നെ പറയേണ്ടത് ഇമ്പാക്ട് ഇഞ്ചുറീസിനെ കുറിച്ചാണ്. അതായത് തിരക്കിനിടയിൽ ആളുകൾ വീഴുമ്പോൾ മുഖമടിച്ച് പല്ലുകൾക്ക് നേരിട്ട് ഇമ്പാക്ട് ഉണ്ടാകും. ഇത് പല്ലുകൾ പൊട്ടാനോ പല്ലുകളുടെ വേര് ഒടിഞ്ഞു പോകാനോ ഇടയാക്കും. മുൻനിര പല്ലുകൾ പൊട്ടുന്നതാണ് കൂടുതലായും കാണപ്പെടുന്നത്. ഇത്രയും ശക്തിയായി അടിച്ചു വീഴുമ്പോൾ ചുണ്ടുകൾ പൊട്ടി ബ്ലീഡിംഗ് ഉണ്ടാകാം. ഇങ്ങനെ തള്ളുമ്പോൾ നാവ് കടിക്കുകയോ ഉള്ളിൽ പല്ല് തട്ടി മുറിവുണ്ടായി ബ്ലീഡിംഗ് വരികയോ ചെയ്യാം. മാത്രമല്ല ഇതുപോലെ മുഖമടിച്ച് വീണ് താടിയെല്ലുകൾക്ക് പൊട്ടലുണ്ടാകാം. വീണു പോയാൽ മറ്റ് ആളുകൾ ചവിട്ടുമ്പോൾ തലയ്ക്ക്, നെഞ്ചിന്, കൈകാലുകൾക്ക് ഗുരുതര പരിക്കുകൾ സംഭവിക്കും. ആന്തരിക രക്തസ്രാവം മുതൽ ഇമ്മീഡിയറ്റായി മരണം വരെ സംഭവിക്കാം. പിന്നെ ഉണ്ടാകുന്നതാണ് ആസ്ഫിക്സിയേഷൻ, അതായത് ശ്വാസം മുട്ടൽ. തിരക്കിൽ ആളുകൾ ഒരേ സമയം ബഹളം വയ്ക്കുകയും ഓടുകയും വെന്റിലേഷന്റെ കുറവ് മൂലം വായ വരണ്ട് നാവ് തളർന്നു പോകുന്നത് സാധാരണയാണ്. പിന്നെ തൊണ്ടയിൽ ഓക്സിജൻ കുറവായി ശ്വാസം കിട്ടാതെ വരുമ്പോൾ ചുണ്ടുകൾ നീല നിറമായി വായിൽ കരിവാളിപ്പ് പോലെ ഉണ്ടാകുന്ന സൈനോസിസ് എന്ന അവസ്ഥയുണ്ടാകാം. പിന്നെ ഉണ്ടാകുന്നതാണ് കംപ്രഷൻ ഇഞ്ചുറീസ്, അതായത് ആളുകൾ ചേർന്ന് ഒന്നിച്ചു നിൽക്കുമ്പോൾ വായിൽ പ്രഷർ കൂടി പല്ലുകൾ തകർന്ന് അകത്തേക്ക് ചെവിയിലേക്കോ തൊണ്ടയിലേക്കോ പോകാം. ചിലപ്പോൾ വലിയ ബലമുള്ള അടികൾ മൂലം പല്ല് അടിവശത്തേക്ക് ഇടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല തിരക്കിനിടയിൽ ആളുകൾ തമ്മിലുള്ള ചെസ്റ്റ് കംപ്രഷൻ കൂടുമ്പോൾ ശ്വാസകോശത്തിന് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അപ്പോൾ 3 മുതൽ 5 മിനിറ്റിനകം കുഴഞ്ഞു വീഴാം. ഇനി ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടുപോയാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യം തന്നെ വലിയതായി ഭയക്കരുത്. അങ്ങനെ പേടിച്ചാൽ ശരീര നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ വീഴാതിരിക്കാൻ കാലുകൾ ശക്തമായി നിലനിർത്താൻ ശ്രമിക്കുക. തള്ളിക്കൊണ്ടിരിക്കുന്നവരെ അനാവശ്യമായി പിന്തിരിഞ്ഞ് തള്ളാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ തിരക്കിനിടയിൽ കാൽപ്പത്തി ഉയർത്തി വേഗം മൂവ് ചെയ്യാൻ നോക്കരുത്. കാരണം നിങ്ങൾ വീണു പോയാൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാകും. വീഴാതെ ഉറച്ചു നിൽക്കുക. തിരക്ക് കൂടുന്ന ഭാഗം കാണുമ്പോൾ അതിനുള്ളിലേക്ക് കയറാതെ വേഗം അവിടെ നിന്ന് അകന്നു പോകാനാണ് ശ്രമിക്കേണ്ടത്. തിരക്കിൽപ്പെട്ടാൽ കൂടുതൽ വായു കിട്ടുന്ന ഭാഗത്തേക്ക് നീങ്ങാൻ നോക്കുക. പിന്നെ ചെസ്റ്റ് കംപ്രസ് ആവാതിരിക്കാൻ കൈകൾ മുന്നിലേക്ക് മടക്കി ബോക്സിംഗ് പൊസിഷനിൽ നെഞ്ച് കവർ ചെയ്യാം. ശ്വാസകോശം തടയാതെ ഇരിക്കാൻ തലയുടെ ഡയറക്ഷൻ എപ്പോഴും കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും തിരക്കിൽ വീണവരാണ് ഏറ്റവും കൂടുതൽ അപകടത്തിലാകുന്നത്. അതുകൊണ്ട് വീണാൽ ഉടൻ തന്നെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. കാൽവിരലുകൾ ഉപയോഗിച്ച് താങ്ങി കയറുകയോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് താങ്ങി നിലത്ത് നിന്ന് ഉയർന്നു വരാൻ ശ്രമിക്കാം. ഇനി വീണു പോയാൽ വേഗം ഒരു സേഫ് പൊസിഷൻ എടുക്കുക. അതായത് കാൽമുട്ടുകൾ വയറിനോട് ചേർത്ത് തല താഴ്ത്തി ഫീറ്റൽ പൊസിഷൻ എടുത്ത് സംരക്ഷിക്കാം. വാതിൽ, ജനലുകൾ, എമർജൻസി എക്സിറ്റുകൾ എവിടെയാണെന്ന് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. മറ്റുള്ളവരെ പിന്തള്ളാതെ സുരക്ഷിതമായി ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത്. തിരക്ക് മെല്ലെ കുറയുമ്പോൾ രക്ഷപ്പെട്ട് അടിയന്തര സഹായം ആവശ്യപ്പെടുകയും പറ്റുമെങ്കിൽ മറ്റ് ആളുകൾക്ക് താങ്ങായി നിൽക്കുകയും ചെയ്യാം.